തമ്മിൽ കണ്ടുപോലെ ഒരു പ്ലാനും ഇല്ലാതെ ഇറങ്ങിയതാണ്. പക്ഷേ തുടക്കം തന്നെ മഴയാണ്. ഇത് കുറവിലങ്ങാടാണ്. നമ്മൾ താമസിക്കുന്ന മരങ്ങാട്ടുള്ളിൽ നിന്ന് രാവിലെ ബൈക്കും എടുത്തു. രാവിലെ എന്ന് പറയാൻ പറ്റത്തില്ല, ഇറങ്ങിയപ്പോൾ ഉച്ചയായി. കാരണം കയ്യിൽ പൈസയില്ല, എന്താ ചെയ്യേണ്ടത്, എങ്ങോട്ടോ പോകേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെ നമ്മൾ പോവുകയാണ് മുമ്പോട്ട്. എങ്ങോട്ടൊന്നുമില്ലാത്ത ഒരു യാത്ര. വഴിക്ക് കണ്ടതാണ്, ഇത് പിറവമാണ്. പിറവം ഈ ഒരു പാലം കാണുമ്പോൾ നമുക്കിത് പിറവാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പം ഇവിടെ ഒരു വിമാനം ഇരിക്കുന്നുണ്ട്, നല്ല ഭംഗി തോന്നി. അപ്പം ഒന്ന് എടുക്കാം, വീഡിയോ എടുക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ്. കൊള്ളാം. അതിൻ്റെ അടിയിൽ ഒരു ചായക്കടയൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച ആ ഒരു ദിവസമാണ് നമുക്ക് അവധി കിട്ടുന്നത്. ഈ അവധി കിട്ടുന്ന ദിവസം എന്ത് ചെയ്യണമെന്നുള്ളത് നമ്മൾ കുറേ ദിവസമായിട്ട് ചിന്തിക്കും. പക്ഷേ ഈ ഞായറാഴ്ച രാവിലെ എഴുന്നേൽക്കുമ്പോഴും ചിന്തിക്കും, രാവിലെ കാപ്പി കുടിക്കുമ്പോഴും ചിന്തിക്കും, ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോഴും ചിന്തിക്കും. ഇങ്ങനെ ചിന്തിച്ച് ഇപ്പം നമ്മൾ മൂവാറ്റുപുഴ മീൻകുന്ന് എത്തിയിട്ടുണ്ട്. ഉച്ചയായപ്പോഴാണ് ഇറങ്ങുന്നത്. ഈ പള്ളിയും ഈ ഒരു വഴിയും കാണാത്ത ആളുകൾ ചുരുക്കമായിരിക്കും. ഇപ്പം നമ്മൾ ആലോചിച്ച് ഇപ്പം മൂവാറ്റുപുഴ അടുത്തെത്തിയിട്ടുണ്ട്. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഇപ്പോഴും ഒരു ഐഡിയ കിട്ടുന്നില്ല. ഇങ്ങനെ വെറുതെ അങ്ങ് പോവുകയാണ് മുമ്പോട്ട്. ഒടുക്കം എവിടെ എത്തുമെന്നുള്ളത് കണ്ടു തന്നെ അറിയാം. മൂവാറ്റുപുഴ തൊടുപുഴ സൈഡിൽ നമ്മൾ വന്നാൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഈ പൈനാപ്പിൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. സൗത്ത് ഇന്ത്യ എന്നൊക്കെ പറയുന്ന വാഴക്കുളം അല്ലെങ്കിൽ തൊടുപുഴ ഈ ഏരിയയിലെല്ലാം പൈനാപ്പിൾ കച്ചവടം അല്ലെങ്കിൽ പൈനാപ്പിൾ തോട്ടങ്ങൾ ഇത് പ്ലാന്റ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. ഇതൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കാണാനായിട്ട് പറ്റും. ഈ പൈനാപ്പിൾ തോട്ടം കാണുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇവിടെ നിന്ന് തിരിച്ചു പോയാലോ അതോ മുമ്പോട്ട് പോകണം. കാരണം കയ്യിലും പൈസ ഇല്ല, വണ്ടിയിലാണെങ്കിൽ ഒത്തിരി പെട്രോളും ഇല്ല. ആലോചിച്ച് മൂവാറ്റുപുഴയും വന്നു. മൂവാറ്റുപുഴ വരെ മരങ്ങാട്ടുപള്ളിയിൽ നിന്ന് തുടങ്ങിയതാണ്. മരങ്ങാട്ടുപള്ളിയിൽ നിന്ന് ഉച്ചയ്ക്ക് എങ്ങാണ്ട് നമ്മൾ ഇറങ്ങിയതാണ്. ഉച്ചയ്ക്ക് ഇറങ്ങിയതായപ്പോൾ നമുക്ക് സമയം 2:45 ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ടാണ് പോയത്. കാരണം ആ പൈസ ലാഭിക്കാമല്ലോ. എങ്ങനെ ഈ പെട്രോൾ ഉണ്ടോ, അതിൻ്റെ അത് പെട്രോളും ഇല്ല. ഏതായാലും മൂവാറ്റുപുഴ വരെയായി. എന്നാൽ മുമ്പോട്ട് തന്നെ പോകാമെന്ന് കരുതുവാണ്. മൂവാറ്റുപുഴ കഴിഞ്ഞിട്ട് ഇനി എന്താ ഉള്ളത് ഗൂഗിൾ എടുത്ത് നോക്കി, നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ച് നോക്കി, ഒരു ഐഡിയ ഇല്ല. കുറേ ഐസക് ആൻഡ് മരിയ തിയേറ്ററൊക്കെ കാണാം. ചിന്തിച്ച് ഉള്ള കാര്യം പറയാമല്ലോ. സ്ഥലം കോതമംഗലം വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു റോഡ് കാണുന്നത്. ഈ ഒരു റോഡ് കാക്കനാടിനുള്ളതാണ്. കോതമംഗലം ബൈപ്പാസ്, തങ്ങളം ബൈപ്പാസ് എന്നൊക്കെ പറയുന്ന ഒരു പോർഷനാണ്. അടിപൊളി വഴിയാണ്. ഞാനത് കുറച്ച് ദൂരം അങ്ങോട്ടും യാത്ര ചുമ്മാ വണ്ടി ഓടിച്ച് നോക്കി. ഇവിടെ നിന്ന് നമ്മൾ പെട്ടെന്നാണ് നമ്മളീ പറയുന്ന ഭൂതത്താൻകെട്ടിലേക്ക് എത്തുന്നത്. ഇതിൻ്റെയൊക്കെ ഇടയ്ക്കുള്ള പോർഷൻസ് ഞാൻ കാണിക്കുന്നില്ല, കാരണം വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷേ അത് കാണിക്കുന്നില്ല, കാരണം എല്ലാം വളരെ പെട്ടെന്ന് വെച്ചാൽ യാതൊരു പ്ലാനും ഇല്ലാതെ ഇറങ്ങിയതാണെങ്കിലും പെട്ടെന്ന് നമ്മൾ കുറവിലങ്ങാട് നിന്ന് പിറവത്ത് നിന്ന് മൂവാറ്റുപുഴയും ഇതായിപ്പം ഭൂതത്താൻകെട്ട് വരെ എത്തി നിൽക്കുകയാണ്. ഇതിപ്പം പെട്ടെന്ന് ഒരു 3 മിനിറ്റ് കൊണ്ടാണ് നിങ്ങൾ ഈ സാധനം കാണിക്കുന്നതെങ്കിലും ഇതിൻ്റെ പുറകിൽ എൻ്റെ ഒരു 1.5 ദിവസത്തെ ചിന്തയാണ്. ഏതാ ഭൂതത്താൻകെട്ട് വരുന്നതല്ല, എങ്ങോട്ട് പോകണമെന്നുള്ള ചിന്ത. അങ്ങനെ ചിന്തിച്ചിപ്പോൾ ഞാൻ ഭൂതത്താൻകെട്ട് വരെ എത്തി. ഇവിടെ ഈ അംബാസഡറിൻ്റെ വീഡിയോ ഞാനിതിങ്ങനെ കാണിക്കുന്നത് എനിക്ക് ആ വണ്ടിയോട് കിടക്കാൻ ഭയങ്കര ഇഷ്ടം തോന്നി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്, അത് കാണിക്കാം. അപ്പം പാലത്തിലോട്ട് കയറി കഴിയുമ്പോൾ അപ്പുറത്ത് പാലത്തിലായിട്ട് പുതിയ പാലവും അതുകൊണ്ട് KSRTC ബസ്സൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചു. കാരണം ഈ KSRTC ബസ് എവിടെ കണ്ടാലും ഞാൻ വീഡിയോ എടുക്കും, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കും. KSRTC ബസ്സിനോട് പ്രത്യേക പ്രേമമാണ്. പക്ഷേ ഈ വണ്ടി ഗുണം പിടിക്കുന്നില്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും. ഈ ഡാമും എൻ്റെ ഈ സ്കെയിലിൽ ഇതിൻ്റെ അടയാളപ്പെടുത്തലൊക്കെ കണ്ട് ഇതിൻ്റെ ഷട്ടറൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ഞാൻ ആലോചിച്ചത് മുല്ലപ്പെരിയാറിനെ പറ്റിയിട്ടാണ്. കാരണം ഈ ഒരു സമയമാണല്ലോ എല്ലാവരും മുല്ലപ്പെരിയാറിനെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നത്. വാർത്താ ചാനലുകൾ അവരുടെ പ്രാധാന്യം അനുസരിച്ച് കണ്ടന്റ് മാറ്റും. പക്ഷെ നമുക്ക് ഭീതി മാറ്റാൻ പറ്റത്തില്ലല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു എന്നതിനെപ്പറ്റി വലിയ ചർച്ച നടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ മുല്ലപ്പെരിയാർ എന്ന് പറയുന്നൊരു ഭീതി നിലനിൽക്കുന്നുണ്ട്. കാരണം ഞാനവിടെ കൊള്ള ഇടുക്കിയിലുള്ള ആളുകളാണ്, ഇപ്പം ജീവിക്കുന്ന കോട്ടയത്താണ്. ഇനിയിപ്പോൾ മുല്ലപ്പെരിയാർ അങ്ങനെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഒരു പോക്ക് ഇടുക്കിയിലോട്ടൊരു പോക്ക് ഉണ്ടാവത്തില്ല. കാരണം നമ്മൾ അറബിക്കടലിൽ ചെല്ലുമെന്നൊക്കെയാണ് ഈ വിദഗ്ധരായ സോഷ്യൽ മീഡിയ ആളുകൾ പ്രവചിക്കുന്നത്. അല്ലെങ്കിൽ ഇത്ര ജില്ല പോവും, ഇത്ര മണിക്കൂർ ഉണ്ടാവുന്നൊക്കെയാണ് ഓൾറെഡി ഇത് പൊട്ടി അനുഭവം ഉള്ളതുപോലെയാണ് ഇത് പ്രവചിക്കുന്നത്. ഇപ്പം ഞാനിത് ആരെയും മോശം പറയുന്നൊന്നുമല്ല, എന്നാൽ പോലും ഈ ഒരു സാധനം പൊട്ടത്തില്ലെന്നുള്ളത് അവിടെ പഠനം നടത്തിയിട്ട് സുപ്രീം കോടതി പറഞ്ഞേക്കുന്നതാണ്. അപ്പം അതിൻ്റെ മുകളിൽ ഒരു ഉറപ്പ് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ പഠിച്ച ആളായതുകൊണ്ട് എനിക്ക് സുപ്രീം കോടതിയുടെ ഉറപ്പിനെ മാനിക്കാനാണ് ഇഷ്ടം. എന്ന് പറയുമ്പോൾ അതാണ് സേഫായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഇതുപോലെ കുത്തി ഒഴുകുന്ന ഈ ഭൂതത്താൻകെട്ടിലെ വെള്ളം ഇത്രയും കുത്തി ഒഴുകുന്നുണ്ടെങ്കിൽ മുല്ലപ്പെരിയാർ പോലുള്ളൊരു ഡാം പൊട്ടിയാലുള്ള അവസ്ഥ എന്താണെന്നുള്ളത് ചിന്തിച്ച് നോക്കുക.
അപ്പോൾ ഇവിടെ മീൻ പിടിക്കുന്ന ആളുകളെയൊക്കെ കണ്ടു. ആ ചേട്ടൻ വലയൊക്കെ ഞൊറിഞ്ഞ് വീശാനുള്ളൊരു സെറ്റപ്പിൽ നിൽക്കുകയാണ്. മീൻ കിട്ടൂലെന്നൊന്നും അറിയത്തില്ല. അതിലും മീൻപിടുത്തം അല്ലെങ്കിൽ ഫിഷിംഗ് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നമുക്ക് കണ്ടു നിൽക്കാൻ നല്ല അടിപൊളി പരിപാടിയാണ്. പക്ഷേ നല്ല ക്ഷമ വേണ്ട ജോലിയും കൂടിയാണ്. നല്ല ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ ചൂണ്ടയിട്ടാൽ മീൻ കിട്ടത്തുള്ളൂ. അല്ലാതെ വെറുതെ ചൂണ്ടയിട്ട് അപ്പോൾ തന്നെ മീൻ മറ്റേ ഫെവിക്വിക്കിൻ്റെയൊക്കെ പരസ്യം പോലെ ഒന്നും കിട്ടത്തില്ല. ഏതായാലും വല വീശുന്നു, ആ കാഴ്ചകൾ കണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മുല്ലപ്പെരിയാർ പൊട്ടില്ല എന്നുള്ളത് നമുക്കങ്ങ് കരുതാം. കാരണം പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും ഉണ്ടാകത്തില്ല എന്നുള്ളത് ഓർക്കുക. പിന്നെ അതിൻ്റെ മുകളിലിപ്പം ബല പരിശോധനയൊക്കെ നടത്താനായിട്ടുള്ള അനുമതിയൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമുക്കൊരു ശുഭാപ്തി വിശ്വാസത്തിലേക്ക് പോകാം. നമ്മൾ പുതിയ ക്യാമറയിലാണ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. വലിയ കുഴപ്പമില്ലാത്ത ക്വാളിറ്റി കിട്ടുന്നുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ അഭിപ്രായം പറയാം. നമ്മുടെ പുതിയ ചാനലാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളോട് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോഴും 500 സബ്സ്ക്രൈബ് പോലും ആയിട്ടില്ല. ഏകദേശം ഒരു 3-4 മാസമായി 40ഓളം വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒരുപാട് കാഴ്ചക്കാരെയും കിട്ടാറുണ്ട്. ഒരു വീഡിയോയ്ക്ക് എങ്ങനെ പോലും നല്ല കാഴ്ചക്കാർ വരുന്നുണ്ട്. പക്ഷേ ഈ കാണുന്ന കാഴ്ചക്കാരിൽ പകുതി ആളുകൾ പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അതൊരു പരാതിയായിട്ട് പറയുകയല്ല, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ അത്രയും സന്തോഷം. കാരണം നമ്മളിതിടുന്നത് ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. ഉള്ള കാര്യം പറയാം. അതായത് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ട് ഇവിടെയുള്ള വ്ളോഗർമാരെല്ലാം കടത്തി വെട്ടി പുതിയ ഒരു വലിയ വിപ്ലവം സൃഷ്ടിക്കാനൊന്നും അല്ല ഞാൻ യൂട്യൂബ് എടുത്തത്. ഞാനൊരു സാധാരണ നിലയിൽ ചിന്തിക്കുന്ന ഒരു സാധാരണക്കാരനാണ്. എങ്ങനെ ജോലിക്ക് പോകാതെ പൈസ ഉണ്ടാക്കാം എന്നുള്ളത് മാത്രമാണ് ഞാൻ ചിന്തിച്ചത്. കാരണം എനിക്കിപ്പോൾ രാവിലെ 9:30 കയറി 11 ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ രാവിലെ 9 കയറിയിട്ട് വൈകുന്നേരം 5 മണി 5:30 വരെയൊക്കെ ഞാൻ ജോലി ചെയ്യേണ്ട അവസ്ഥയുണ്ട്. ഇതെല്ലാം മാറ്റി എങ്ങനെ പൈസ ഉണ്ടാക്കാം, അതിനുള്ള എളുപ്പമാർഗ്ഗമാണ് യൂട്യൂബ്. അപ്പോൾ ഏതായാലും നമ്മൾ ആ അംബാസഡർ കാറ് കണ്ടു. ആ ഒരു പഴയ പ്രൗഢി നിലനിൽക്കുന്ന വാഹനം. ഇതും KSRTC ഇതൊക്കെ നമുക്ക് ക്രേസ് ഉള്ള കാര്യമാണ്. ഈ പഴയ സാധനങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടവും ഇമ്പവും ഒക്കെ നമുക്ക് തോന്നാറുണ്ട്. ഇത് ഇവിടുത്തെ ജലസേചന വകുപ്പിൻ്റെ വാഹനമാണെന്ന് തോന്നുന്നു. എനിക്ക് വണ്ടിയുടെ കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ മറ്റേ ഓട്ടോമൊബൈൽ വ്ലോഗ് ചെയ്യുന്ന ആളുകൾ പറയുന്ന പോലെ ഒന്നും പറയാനായിട്ടൊന്നും എനിക്കറിയത്തില്ല. അപ്പം നമുക്ക് ഇത് കാണാൻ ഭംഗിയുണ്ടെന്ന് പറയാം. കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യമായിട്ട് തദ്ദേശീയമായിട്ട് നിർമ്മിച്ച വാഹനമാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു HMO അങ്ങനെ എന്തോ സാധനം ഇത് കൊടുക്കുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് കൊണ്ട് നിർമ്മിച്ച വാഹനമാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഇതിന് കാണാനുമുണ്ട്. പിന്നെ പണ്ട് നമ്മൾ ഈ പറഞ്ഞ ഈ വാഹന നിരത്തുകളിൽ ഒരുപാട് കയറാൻ കൊതിച്ചൊരു വാഹനമാണ്. നമ്മളിതിൻ്റെയൊക്കെ കാഴ്ചകളുണ്ട്. ഇതിൻ്റെ പാരലായിട്ടൊരു പാലം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ പാലത്തിൽ നിന്നുള്ള ഡാമിൻ്റെ ഒരു വിഷ്വലാണിത്. അതായത് നമ്മുടെ ഈ ഭൂത്താൻകെട്ടിന് പാരലായിട്ട് തൊട്ടപ്പുറത്തുള്ള ആ പാലത്തിൽ നിന്നുള്ള വിഷ്വൽ. അവിടെ ഒരു തോണിക്കാരൻ കണ്ടോ, പുള്ളി വലയിട്ടിട്ട് അത് വല കൊളുത്തുകയോ അല്ലെങ്കിൽ വല എടുക്കാനോ എന്നുള്ള ശ്രമമാണ്. അത്യാവശ്യം ഒഴുക്കുണ്ട്. അങ്ങനെ പുള്ളി ആ തോണി ബാലൻസ് ചെയ്ത് പോകുന്നത് കാണുമ്പോൾ ചെറിയൊരു നെഞ്ചിടിപ്പ് നമുക്കുണ്ട്. പക്ഷേ പുള്ളിയുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പുള്ളി അത് നല്ല പക്ക പ്രൊഫഷണലായിട്ട് ആ ഒരു തോണീനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. തോണിയും വെള്ളവും ഒക്കെ നമുക്ക് ഈ പരിചയമില്ലാത്ത ആളുകൾക്ക് കാണുമ്പോൾ ചെറിയ ഭയം തോന്നുന്ന കാര്യങ്ങളാണ്. എന്നാൽ കൗതുകമാണ് താനും. അപ്പോൾ ഈ ഒരു ഭൂത്താൻകെട്ട് ഡാമിൻ്റെ കാഴ്ചകളൊക്കെ നമ്മളിങ്ങനെ കണ്ടു നിൽക്കുകയാണ്. സമയം ഒരു 4 മണി 4:30 ആവുകയും ചെയ്തു. ഈ പറഞ്ഞ പോലെ നാളെ ഇതിന് തിരിച്ച് മരങ്ങാട്ടുപള്ളി ചെന്ന് നാളെ പിന്നെയും നമ്മൾ ഓഫീസിൽ പോകണം. ആകെ കിട്ടുന്നൊരു ഞായറാഴ്ചയാണ്. തിരിച്ച് വന്നപ്പം നമ്മൾ കണ്ടൊരു കാഴ്ചയാണ്. ഇത് വറ്റി വരണ്ടു പോയതാണോ അതോ മറ്റെന്തെങ്കിലും സംഭവമാണോ എനിക്ക് മനസ്സിലായില്ല എന്താണ് ഈ ഒരു സംഭവം എന്നുള്ളത്. ഇവിടെ വെള്ളം ഉണ്ടായിട്ട് വറ്റിപ്പോകാൻ തോന്നുന്നു. പക്ഷേ മഴയാണ്. ഞാനിപ്പം വറ്റിപ്പോകാനുള്ളൊരു സാഹചര്യം ഞാൻ കാണുന്നുമില്ല. ഏതായാലും കണ്ടപ്പം അതിൻ്റെ വീഡിയോകളും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏത് വീഡിയോ ആണ് കയറി ക്ലിക്കാവുന്നത് പറയാൻ പറ്റത്തില്ലല്ലോ. ഇനിയിപ്പോൾ ഈ വീഡിയോ എങ്ങനെ കയറി ഹിറ്റായാലോ. നമ്മൾ ഭൂതത്താൻകെട്ടിൽ നിന്ന് കുറച്ചുകൂടി മുമ്പോട്ട്, അതായത് പ്ലാനൊന്നും ഇല്ലെങ്കിലും ഭൂതത്താൻകെട്ട് വന്നപ്പോൾ ഇഞ്ചത്തൊട്ടും കൂടി കാണാനൊരു ആഗ്രഹം. ഞാൻ ഇഞ്ചത്തൊട്ട് കണ്ടിട്ടില്ല. ഇഞ്ചത്തൊട്ട് തൂക്കുവാലം ഒരുപാട് സ്ഥലങ്ങളിൽ വീഡിയോകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കയാക്കിംഗ് ഉണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പം ഇഞ്ചത്തൊട്ടി പാലം നിങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഇഞ്ചത്തൊട്ടി പാലത്തിലേക്കും കൂടി കയറി ഇതിൻ്റെയൊക്കെ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് മരങ്ങാട്ടുപള്ളിക്ക് തന്നെ പോകാനാണ് ഉദ്ദേശം. കാരണം രാത്രി ഒരു 7-8 മണിയാകുമ്പോഴത്തേക്കും ചെന്നിട്ടുണ്ടെങ്കിൽ കുളിച്ച് കിടന്നുറങ്ങിയാൽ രാവിലെ വീണ്ടും ജോലിക്ക് പോകാം. ഇത് തന്നെയാണല്ലോ നമ്മുടെ ജോലി ചെയ്യുക, ഞായറാഴ്ചയാകുക, ജോലി ചെയ്യുക, ഞായറാഴ്ചയാകും. ഇത് തന്നെയാണ് നമ്മുടെ ഒരു റൊട്ടീൻ. ഈ ഒരു പാലം അതിമനോഹരമാണ്. മനോഹരം എന്നല്ല, ഒരു എൻജിനീയറിങ് അതിൻ്റെ ഒരു പ്രൗഢി കാണാനുണ്ട്. കാരണം ഇത്രയും നീളത്തിലൊരു പാലം. ചിലപ്പം ഇതൊരു എൻജിനീയറിങ് മാർവലെന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ലായിരിക്കും. എന്നാൽ പോലും അതൊരു നമുക്ക് കാണുന്ന ആളുകൾക്കൊരു കൗതുകം ഉണ്ടാക്കുന്ന പാലം തന്നെയാണ്. ഇത്രയും വലിയൊരു തൂക്കുപാലം ഇങ്ങനെ ഒരു പില്ലറിൽ ഉറപ്പിച്ച് നിർത്തുക എന്ന് പറയുന്നത്. ഇവിടെ അറിയിപ്പൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്.
അതുപോലെ ഇവിടെ എത്ര ആളുകൾ ഒരു സമയം കയറാവൂ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, 40 ആളുകൾ കൂടുതൽ ഒരു സമയത്ത് കയറരുത്. അതുപോലെ ഇരുചക്ര വാഹനങ്ങൾ ഗതാഗതം നിരോധിച്ചിരിക്കുന്നെന്ന് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്കറിയാം ഇത് അത്രയൊരു ശേഷിയുള്ള പാലമൊന്നും ആയിരിക്കത്തില്ല. ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമാക്കണമെന്ന് നിർമ്മിച്ച പാലമൊന്നുമല്ല. ഇത് അവിടുത്തെ ആളുകളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു പാലമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ഞാൻ ഈ പാലത്തിൽ കയറുന്നപ്പം ഈ വരുന്ന ആളുകൾ ഈ പാലം ഇട്ട് കുലുക്കി ആസ്വദിക്കുന്നു. അത് എന്ത് തരത്തിലുള്ള ആസ്വാദനമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ പാലം ഇട്ട് അങ്ങോട്ട് കുലുക്കുവാണ്, കുലുക്കിയിട്ട് ആ ഒരു കുലുക്കം ആസ്വദിക്കുന്നു. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി നമ്മൾ മാറ്റിയതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള ആളുകളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവമാണ്. നമ്മളിത് ഈ പോയിട്ട് ആവശ്യമില്ലാതെ ഇത് കുലുക്കി ഷേക്ക് ചെയ്ത് അതായത് നശിപ്പിക്കാന്ന് പറയും. ഇവിടെ പലതും ഉണ്ടോ, ഇതൊക്കെ വിട്ടിരിക്കുകയാണ്. ഇതിന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ കണ്ട ഒരു സാധനമാണ്, ഇതിൻ്റെ കൈവിരലുകളൊക്കെ വിട്ടിരിക്കുകയാണ്. ഈ വിടാനുള്ള കാരണം എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഇത്തരത്തിലുള്ള കുലുക്കലാണ്. ഞാൻ സമയം കാണിച്ചു തന്നതല്ല, സമയം 5:15 കഴിഞ്ഞു. നമ്മളൊരു പ്ലാനും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉച്ചയായപ്പോഴാണ് ഇറങ്ങിയത്. ഒരു വഴിക്ക് പോകുമ്പോൾ രാവിലെ ഇറങ്ങണം. എൻ്റെ കാര്യം അറിയാമല്ലോ, ഒരു പ്ലാനും ഇല്ലാത്തതുകൊണ്ട് സമയം ഉച്ചയായി. അപ്പോൾ ഞാനാ പറഞ്ഞില്ലേ ഇത് കൈവരിയൊക്കെ വിട്ടിരിക്കുന്നതെന്ന്. കാരണം അത് ഈ ഇങ്ങനെയിട്ട് കുലുക്കി കുലുക്കി ഇവിടുന്ന് കാണാനുള്ള കാഴ്ചയൊക്കെ മനോഹരമാണ്. ഇപ്പോൾ ഈ കാഴ്ച ഇങ്ങനെ നമ്മൾ കൊണ്ടുപോകണമല്ലോ, അത് കൊണ്ടുപോകണമെങ്കിൽ പാലോട് വേണമല്ലോ. ഈ വരുന്നതെല്ലാം ഈ പാല് വിട്ടിങ്ങനെ ആട്ടി 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 നമ്മളിത് കയറുക ആസ്വദിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആ ആസ്വാദനം ഓവറാകുമ്പോഴുള്ള പ്രശ്നമാണ്. ഉണ്ടോ, ഈ കൈവരിയും ഇതെല്ലാം വിട്ട് വെൽഡിങ്ങൊക്കെ വിട്ടിരിക്കുകയാണ്. ഞാൻ ശ്രദ്ധിക്കാൻ കാരണം അതിലെ പോയൊരു നാട്ടുകാരൻ ഈ പറഞ്ഞ കുലുക്കിക്കൊണ്ട് പോയ ആളുകളെ ചീത്ത പറയുന്നത് ഞാൻ കേട്ടു. ഞാനതേലും മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അയാൾ പറഞ്ഞത് നല്ല തെറിയാണ്. കാരണം ആരായാലും തെറി പറയും. കാരണം അവരുടെ നാട്ടിലെ അവരുടെ ഒരു സൗകര്യത്തിന് വേണ്ടി നിർമ്മിച്ചൊരു വസ്തു നമ്മൾ ഇത്തരത്തിൽ ആക്കി വെച്ചാലുള്ള അവസ്ഥ കളിച്ച് നോക്കി. അപ്പം ഞാനൊരു ഉപദേശമായിട്ടൊന്നും ആരോടൊന്നും പറയുന്നില്ല, അതൊക്കെ നമുക്ക് സ്വയം തോന്നേണ്ട കാര്യമാണ്. പക്ഷേ ഇവിടെ നിന്നുള്ള കാഴ്ച മനോഹരമാണ്. ഏതായാലും ഈ ഞായറാഴ്ച, ഈ ഒരാഴ്ചത്തേക്ക്, ഈ ഞായറാഴ്ച തുടങ്ങി അടുത്ത ഞായറാഴ്ച വരെ എൻ്റെ മനസ്സിനെ ഒന്ന് റിഫ്രഷ് ആക്കാനുള്ള എല്ലാ എലമെൻറ്റും എനിക്ക് അൺപ്ലാൻഡ് ആയിട്ടുള്ള ഈ ഒരു യാത്രയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. പിന്നെ ഈ വീഡിയോ യൂട്യൂബിൽ വന്ന് ഇത് കുറച്ച് ആളുകൾ കണ്ട് അതിനകത്ത് കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടി കിട്ടിയാൽ ഇരട്ടി സന്തോഷം, ഇരട്ടി മധുരം എന്നൊക്കെ പറയുന്ന പോലെ ഇരട്ടി സന്തോഷമാകും. അപ്പോൾ നമ്മൾ ആ ഒരു പാലത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ തിരിച്ച് തിരിക്കുകയാണ്. ആ പാലത്തിൻ്റെ ആ ഒരു കുലുക്കം അല്ലെങ്കിൽ ആ ഒരു ആട്ടം നമുക്കിവിടെ മനസ്സിലാവും. ഈ ഒരു പില്ലറിലാണ് ഈ പാലം മൊത്തത്തിൽ നിൽക്കുന്നത്. ഏതായാലും നല്ലൊരു എൻ്റെ എൻജിനീയറിങ് സ്കില്ല് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളേതായാലും ഇഞ്ചത്തൊരു പാലം കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ നമ്മൾ കണ്ടൊരു കാഴ്ചയാണ് നല്ല കപ്പ ബിരിയാണി കട. ഇതിൻ്റെ മുമ്പിൽ പോയപ്പോൾ തന്നെ എനിക്കൊരു മണം അടിച്ച് ഏഷ്യാഡ്. കാരണം ഇടുക്കിക്കാരുടെ ഒരു തനത് സാധനമാണ് ഏഷ്യാഡ്. ഇപ്പോൾ കോട്ടയത്തൊന്നും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏഷ്യാഡ് എന്ന് ചോദിച്ചാൽ അറിയത്ത് പോയില്ല. ഇവിടെ കപ്പ ബിരിയാണി എന്ന് പറഞ്ഞ് കിട്ടുന്ന സാധനമൊന്നും എനിക്ക് വലിയ ടേസ്റ്റൊന്നും തോന്നാറില്ല. കാരണം എൻ്റെ അച്ഛനൊക്കെ നല്ല കപ്പ ബിരിയാണി ഉണ്ടാക്കി തരുമായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു കപ്പ ബിരിയാണി നമ്മൾ കഴിക്കാനായിട്ട് പറ്റി. അതിൽ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ളൊരു കപ്പ ബിരിയാണി. ഇഞ്ചത്തൊട്ടി പാലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഈ ഒരു കട കാണാനായിട്ട് പറ്റും. ഒരു പാടത്തിൻ്റെ സൈഡിൽ ചെറിയൊരു കട, അത് വലിയ പ്രൈസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ആ ഒരു കപ്പ ബിരിയാണിക്ക് ഏകദേശം 90 രൂപയാണ് ചാർജ് വന്നത്. ആ ഒരു പ്രൈസിന് കിട്ടാവുന്ന നല്ല ഒരു ഫുഡ് തന്നെയായിട്ട് എനിക്ക് തോന്നിയത്. എന്നാൽ അതിമനോഹരമായ അതിസ്വാദിഷ്ടമായ ഭക്ഷണമാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ ആ ഒരു പ്രൈസിന് കിട്ടാവുന്ന നല്ല ഭക്ഷണം തന്നെയാണ്. പെട്ടെന്ന് രാത്രിയായ പോലെ അല്ലേ ഇത്. തിരിച്ച് ആ ഒരു കപ്പ ബിരിയാണി കഴിച്ച് തിരിച്ച് ഞാൻ പോരുവാണ്. തിരിച്ച് പോകുന്നത് നമ്മൾ ഒഴൂര് കഴിഞ്ഞ് മരകാട്ടുപള്ളിക്ക് തൊട്ടിപ്പുറത്തുള്ള ജംഗ്ഷനിൽ കണ്ടൊരു കാഴ്ചയാണ്. ബസ് ഒരെണ്ണം ജാമായിട്ട് കിടക്കുവാണ്. ജാം മീൻസ് ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കുവാണ്. അപ്പോൾ ഇപ്പുറത്തുകൂടി ബസ് വരാനുള്ള സ്ഥലവും കിട്ടുന്നില്ല. അതിലേക്ക് കൂടി ആ ഉള്ള ഗ്യാപ്പിൽ കൂടി പൊൻകുന്നത്തുള്ള KSRTC ആ ഡ്രൈവർ സാഹസികമായിട്ട് ഓടിച്ചു കൊണ്ടുവരുന്ന കാഴ്ചയാണ്. പക്ഷേ ആ ഡ്രൈവറൊക്കെ കൂടുതൽ ത്വര ഇവിടെ നിൽക്കുന്ന നാട്ടുകാർക്കാണ്. അത് ത്വര എന്ന് പറയുമ്പോൾ എന്നല്ല, അത് ആ ഒരു വാഹനം കടത്തി വിടാനുള്ള ആഗ്രഹം അവർക്കാണ്. അവരത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് ഈ ഒരു വാഹനത്തെ കടത്തി വിടുന്നുണ്ട്. ഈ ഒരു വീഡിയോ പല സമയത്തായിട്ട് എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് കാണുമ്പം ഇതെന്താ ഇങ്ങനെയെന്ന് ചിലപ്പം തോന്നുമായിരിക്കും. പക്ഷേ ഞാനിത് വലിയ പ്ലാനിങ് ഒന്നും ചെയ്യാതെ പെട്ടെന്നുള്ള യാത്രയിൽ കണ്ട കാഴ്ചകൾ അതേപടി തന്നെ ഞാൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് പോരായ്മകൾ ഒരുപാടുണ്ടാവും. അപ്പോൾ നമ്മുടെ ചാനലിലുള്ള ബാക്കിയുള്ള വീഡിയോകൾ നിങ്ങൾ നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഈ ചാനൽ കൊണ്ട് രക്ഷപ്പെടാനായിട്ട് ആഗ്രഹിച്ച് ചാനൽ തുടങ്ങിയ ആളാണ് ഞാൻ. അപ്പോൾ എന്നെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് മുമ്പ് പറയുന്നത്. ഉള്ള കാര്യം അങ്ങനെ തന്നെ പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും ആ ഒരു ബസ് അവിടെ നിന്ന് പുറത്തേക്ക് സുഖമായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ബസ്സിൻ്റെ യാത്ര പോലെ തന്നെ വലിയ നഷ്ടങ്ങളൊന്നും ഇല്ലാതെ, വലിയ തട്ടുകേടുകളൊന്നും കിട്ടാതെ ഈ ഒരു ചാനൽ കൂടി പച്ച പിടിക്കുകയായിരുന്നെങ്കിൽ, ഈ നാട്ടുകാർ നൽകുന്ന പിന്തുണ പോലെ നിങ്ങൾ എനിക്കൊരു പിന്തുണ തരികയാണെങ്കിൽ ഇതുപോലെ
ഇത് മനോഹരമാണോ എന്നുള്ളത് നിങ്ങൾ പറയുക. മനോഹരമാണെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയുള്ള ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക.